ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നാച്ചുറൽ ലോക്സ്. ഇന്ന് നമ്മുടെ വീഡിയോ എന്നത് കൂണിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ കൂൺ ബെഡിൻ്റെ 15 ദിവസം കഴിഞ്ഞുള്ള അവസ്ഥ. ഈ വെളുത്ത നിറത്തിൽ നിങ്ങൾ കാണുന്നതാണ് മൈസീലിയം. ഇത് നന്നായിട്ട് എല്ലായിടത്തും പടർന്നു പിടിച്ചിട്ടുണ്ട്. അത് തന്നെയായിരുന്നു നമ്മുടെ ആവശ്യം. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കവറിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം നല്ലൊരു വൃത്തിയുള്ള റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടണം. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അണുവിമുക്താക്കിയിരിക്കണം. കാരണം ചെറിയൊരു അശ്രദ്ധ മതി ഇത് ചീത്തയായി പോകാനായിട്ട്. അപ്പോൾ റബ്ബർ ബാൻഡെല്ലാം കെട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കവർ ചെറിയൊരു ബ്ലേഡ് ഉപയോഗിച്ച് അവിടെ ആയിട്ട് കീറി കൊടുക്കണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് കെട്ടിത്തൂക്കണം. അത് കയറുപയോഗിച്ച് ഉറി പോലെ ചെയ്തിട്ട് അതിനകത്ത് കെട്ടിത്തൂക്കിയാൽ മതി. അത് മാത്രമല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം നമ്മളത് കെട്ടിത്തൂക്കിയിടാനായിട്ട്. അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത്യാവശ്യം വായുസഞ്ചാരമുള്ള റൂമിലോട്ട് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, അതായത് സ്പ്രേ, ഈ നമ്മൾ കീറിയ ഭാഗത്ത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് ദിവസം ഒരു 3-4 തവണ, അതായത് നമ്മുടെ ക്ലൈമറ്റ്, അതായത് നമ്മുടെ സ്ഥലത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ചെയ്താൽ മതി. 1-2 തവണ ആയാലും കുഴപ്പമില്ല, തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിലും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ഉടനെ കാണാം.